ഹലോ. സോ ഇന്ന് ഒരു സാൻ ഫ്രാൻസിസ്കോ ലേവറാട്ടോ. ഞാൻ ഇനി ഒരു 2, 3, 4 ദിവസത്തേക്ക് ഞാൻ അവിടെ തന്നെ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വരുള്ളൂ. തിരിച്ച് എൻ്റെ ബേസിലേക്ക് വരുള്ളൂ. സോ ഞാൻ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് ഞങ്ങൾക്കൊരു ചെക്ക് ഇൻ ബാഗ് ഉണ്ടാവും. എക്സ്ട്രാ സാധനങ്ങളൊക്കെ എടുക്കും, ഡ്രസ്സും ഷൂസൊക്കെ എടുത്തിട്ട് ഓരോ കൺട്രി പോകുമ്പോൾ അവിടുത്തെ വെതർ നോക്കിയിട്ടാണ് പാക്ക് ചെയ്യാറ്. എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ക്യാബ് വെയിറ്റിംഗ് ആയിരുന്നു താഴെ. സോ ഓൾറെഡി ഒരു ക്രൂവിനെ എടുത്തിട്ടാണ് എൻ്റെലേക്ക് വരുന്നത്. 2 ക്രൂവിനെ ഇങ്ങനെ ഒരു കാറിൽ 2 ക്രൂ ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഞങ്ങൾക്ക് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അൾട്രാ ലോങ് അവർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും ഏർലി മോർണിംഗ് ഡിപ്പാർച്ചേഴ്സ് ആവും. 2, 2:30, 3 മണിക്കെല്ലാം ഡിപ്പാർച്ചേഴ്സ് ആവും. സോ എപ്പോഴും ഒരു ഗാർഡ് ഞങ്ങളുടെ കാറിലുണ്ടാവും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഈ സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഗാർഡിന് വെക്കുന്നത് കുറച്ചുകൂടി സേഫ്റ്റിയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഫ്ലൈറ്റ് കയറി ടേക്ക് ഓഫ് ആയി. കഴിഞ്ഞിട്ട് ഇതൊരു ചെറിയ ചെറിയ സീൻസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഗാലി. ഇതാണ് പാസഞ്ചേഴ്സിന് ഫുഡ് മീലെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം. ഹീറ്റ് ചെയ്തിട്ട് എല്ലാം ആക്ച്വലി നമ്മുടെ വീട്ടിലെ അടുക്കള പോലെ തന്നെയാണ് ഇതും. ഞങ്ങളുടെ മാക്സിമം ടൈം ഞങ്ങൾ ഗാലിയിലാണ് സ്പെൻഡ് ചെയ്യുക. സോ ഇതാണ് ആക്ച്വലി ഞങ്ങളുടെ ലോകമെന്ന് തന്നെ പറയാൻ. പിന്നെ എനിക്ക് ഫ്ലൈയിങ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ്ലി നമ്മുടെ കൂടെ നമുക്ക് അറിയുന്ന ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്ക് അറിയുന്ന കുറച്ച് ക്രൂ ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ. സോ കുറച്ച് ചിൽഡ് ആയിരുന്നു കേട്ടോ. വളരെ നല്ലൊരു ക്യാബിൻ സൂപ്പർവൈസർ ആയിരുന്നു ഇത്തവണ. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ഫ്ലൈറ്റ് ഭയങ്കര ടയറിങ് ആയിരുന്നു. 15-16 hours ഫ്ലൈ ചെയ്യുന്നത് നമ്മൾ നല്ല ടയേർഡാവും. അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. സോ ഞാൻ റെസ്റ്റിന് പോകട്ടെ. ഇതാണ് അവിടെ കാണുമ്പോൾ ചെറിയ ചെറിയ ബങ്സ് ഉണ്ട് ഞങ്ങൾക്ക്, ബെഡ് പോലത്തെ. അവിടെ ഞങ്ങൾ റെസ്റ്റൊക്കെ ചെയ്യാം. എനിക്ക് ഉറക്കം വന്നില്ല. സോ റെസ്റ്റിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജോലിക്ക് കയറണ്ടേന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്നിട്ട് ജോലിക്ക് കയറി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഡീപ്ലെയിനിങ്ങിൻ്റെ സീൻസാണിതൊക്കെ. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോയി ഹോട്ടലിൽ എത്തിയാൽ മതി എന്നായിരുന്നു. അത്രയും ടയേർഡായിരുന്നു. 15 hours ഫ്ലൈറ്റിൽ നമുക്ക് ചിലർക്കുണ്ടാവും ഫ്ലൈറ്റ് കയറി ഉറക്കം വരുന്നവർ. എനിക്ക് ഫ്ലൈറ്റ് കയറി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ഉറക്കം വരില്ല ഫ്ലൈറ്റ് കയറിയാൽ. നല്ല ബെഡും നല്ല ബ്ലാങ്കറ്റൊക്കെ എങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് ചില സമയത്ത് ഉറക്കം വരാറില്ല. സോ ഇത് എല്ലാ പാസഞ്ചേഴ്സിനും നമ്മൾ താങ്ക് യു ബൈ ഒക്കെ പറഞ്ഞയച്ചു. ഭയങ്കര ടയേർഡ്, എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. 15 hours ഫ്ലൈറ്റിൽ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. സോ എല്ലാ ഗ്ലാമറസ് സൈഡും മാത്രം നോക്കി വരുന്ന ആൾക്കാർക്ക് കുറേ കാര്യങ്ങളുണ്ട് അറിയാത്തതായിട്ടുള്ളത്. നമുക്ക് ജെറ്റ് ലാഗ്, നമുക്ക് ഉറക്കം. ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറക്കമൊന്നും ഉണ്ടാവില്ല ഒരു ക്യാബിൻ ക്രൂവിന്. ഭയങ്കര ഡൈനാമിക് ആയൊരു ജോബാണിത്. പിന്നെ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് റെസ്റ്റും ഉറക്കമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഭയങ്കര ചലഞ്ചിങ് ഒരു ജോബ് തന്നെയാണ്. പക്ഷേ മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിമന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ജോബാണ്. വിമൻ മാത്രമല്ല, ഒരു മെന്നിനായാലും കിട്ടാവുന്ന. കാരണം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഒത്തിരി കൺട്രീസിൽ പോയി വിസിറ്റ് ചെയ്യാം. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫുഡ്, അതുപോലെ ഹോട്ടൽസ്, അങ്ങനെയൊക്കെ എന്താ പറയുക, ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു ജോബ് തന്നെയാണ് കേട്ടോ അത്. സോ ഏവിയേഷൻ ഇഷ്ടമുള്ളവർ, ഏവിയേഷൻ പാഷനായിട്ടുള്ളവർ പ്ലീസ് വീട്ടിൽ ഇരിക്കരുത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നും ഇല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ക്യാബ് ഞങ്ങൾക്ക് റെഡി ആയിരുന്നു. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. സോ അതിൽ ഓട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുറച്ച് ജ്യൂസസും പെപ്സിയൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിൾ, ബനാന, കുറച്ച് ഓട്സ്, അങ്ങനത്തെ കുറച്ച് മ്യൂസ്ലി ടൈപ്സൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആട്ടോ ഇവിടെ. പിന്നെ ഒരു ലൈവ് കൗണ്ടർ ഉണ്ടാവും കേട്ടോ. ആ കൗണ്ടറിൽ നമുക്ക് എഗ്ഗ് എങ്ങനെ വേണമെങ്കിലും, എഗ്ഗ് ഉണ്ടല്ലേ, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് റൂമിലേക്ക് എത്തി. ഞാൻ ആക്ച്വലി റൂമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കലാപരിപാടികൾ ആദ്യം തന്നെ ഞാൻ ചെയ്യും. കുറച്ച് സേഫ്റ്റി, നമ്മൾ വേറൊരു കൺട്രിയിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബാഗൊക്കെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് റൂമൊക്കെ അതിന് മുന്നേ ഒന്ന് നോക്കും. സോ എന്നിട്ട് കയറി കഴിഞ്ഞിട്ട് ഞാൻ DND അത് ഞാൻ പുറത്തേക്ക് ഇടും, പുറത്ത് ഹാങ് ചെയ്തിടും. സോ ആരും അങ്ങനെ വരില്ല റൂമിലേക്ക്.
സോ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് ലോക്സൊക്കെ ഒന്ന് 2-3 ടൈപ്പ് ഓഫ് ലോക്സ് ഉണ്ടാവും, അതൊക്കെ ഇട്ട് ഞാൻ ലൈറ്റൊക്കെ ഓണാക്കി. കേർട്ടനൊക്കെ ഞാൻ എല്ലാം നല്ലപോലെ ആരും പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാത്ത രീതിയിലാക്കി എല്ലാ ലൈറ്റ്സും ഓണാക്കും കേട്ടോ. കാരണം എനിക്ക് രാത്രി രാവിലെ ഒക്കെ ഞാൻ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് വരെ ഞാൻ ലൈറ്റ്സൊക്കെ ഓണാക്കും. എനിക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ എനിക്ക് എന്തോ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഓരോ പേടിയാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കിച്ചൺ പോലെ ഒരു ഏരിയ ആണ്. അവിടെ മൈക്രോവേവും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട്. അതാണ് ബെഡ്റൂമിൻ്റെ സൈഡിലൊരു വാഷ്റൂമുണ്ട്, ടബ്ബുണ്ട്. എനിക്ക് ടബ്ബിൽ കുളിക്കുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ടബ്ബിൽ കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ LED മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൽ നല്ല ഇതാണ്, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഭയങ്കര ടയേർഡാണ്. ഒന്ന് ഫ്രഷായിട്ട് എന്തായാലും വേഗം തന്നെ കിടന്നുറങ്ങണം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിലൊരു ചെറിയൊരു വാർഡ്രോബ് പോലൊരു സംഭവം, ഒരു കമ്പാർട്ട്മെൻറ്റ്. അവിടെ നമുക്ക് കുറച്ച് ഹാങ്ങറും അയൺ ബോക്സൊക്കെ ഉണ്ടാവും. പുറത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പുറത്ത് നല്ലൊരു സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. മടിയായിരുന്നു എനിക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ഊരി മേക്കപ്പൊക്കെ ഒന്ന് ഊരണം. മേക്കപ്പ് ഊരുന്ന പ്രോസസ്സിലാട്ടത് ഭയങ്കര വലിയൊരു പണിയായിട്ട് എനിക്ക് എല്ലാ ഫ്ലൈറ്റ് കഴിഞ്ഞാലും തോന്നുന്നത്. കാരണം 15-16 hours ഫ്ലൈറ്റ് കഴിയുമ്പോൾ നമ്മുടെ കാലും കൈയും ഒക്കെ ഭയങ്കര പെയിനായിരിക്കും. അതിനിടെ മേക്കപ്പ് ഊരി ഡ്രസ്സൊക്കെ മാറി നമ്മൾ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി നമുക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. സോ ഞാൻ ആക്ച്വലി ഇതൊരു ഗ്ലാമറസ് മേക്കപ്പൊക്കെ ഇട്ട് നല്ല എന്താ പറയുക, നല്ല സ്റ്റൈലിഷൊക്കെ ആയിട്ട് നടക്കാൻ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും ലോങ് അവർ ഫ്ലൈറ്റിലൊക്കെ നമുക്ക് ഇത്രയധികം മേക്കപ്പൊക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി ഡാമേജ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ചേഞ്ചസ് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ മാക്സിമം കെയർ ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലൈ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ സ്കിന്നൊക്കെ കെയർ ചെയ്യാൻ ശ്രമിക്കുക, ബോഡി ഇൻ ആൻഡ് ഔട്ട് കെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഉറങ്ങി എണീറ്റത് അടുത്ത നെക്സ്റ്റ് മോർണിംഗ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് പോകാട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹോട്ടൽ. ഭയങ്കര ഒരു ഒരു റിലാക്സ്ഡ് ഹോട്ടലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് താഴെ പോകണം. സോ ഞാൻ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാവരും ഉണ്ടാവും, ക്രൂ ഒക്കെ ഉണ്ടാവും. പലരും പല ടൈമിങ്ങിലാവും എണീറ്റ് വരാം. ഞാൻ നേരത്തെ പോകാറുണ്ട്. ഞാൻ മാക്സിമം രാവിലെ ഒരു 7:30-8 മണിക്കുള്ളിൽ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് പോകാറുണ്ട് കേട്ടോ. സോ ഇന്നലത്തെ അതേ മെനു തന്നെ, എല്ലാ ദിവസവും സെയിം മെനു തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് റൂമിലൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. TV ഒക്കെ ഓണാക്കി നമ്മുടെ ചാനൽസൊന്നും ഇവിടെ കിട്ടാറില്ല, ഹിന്ദി മലയാളം ഒന്നും കിട്ടാറില്ല ഇവിടെ. മാക്സിമം ഞാൻ കാർട്ടൂൺസ് കാണാറുണ്ട്. പിന്നെ വേറെ കുറച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് തന്നെ കുറച്ച് ടൈം ഇരുന്ന് കാണും. പിന്നെ ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ അടുത്ത ദിവസമായി ഡൽഹി ലാൻഡ് ചെയ്തു.